الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രവാചകത്വ ലബ്ധിയുടെ തുടർച്ചയിൽ ഭൂമുഖത്ത് സ്ഥാപിച്ച് സമൂഹമധ്യേ നിലനിർത്തി അനുഭവിപ്പിച്ച ധർമ്മത്തിന് മേൽക്കൈയുള്ള ക്രമത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഖുതുബയിൽ. ഇഖാമത്തുദ്ദീൻ, ധർമ്മ സംസ്ഥാപനം ലക്ഷ്യമാക്കിക്കൊണ്ട് അന്ധകാരമുറ്റി നിന്ന ഒരു കാലഘട്ടത്തിൽ മാലോകർക്കിടയിലേക്ക് കടന്നു വരികയും ക്രമപ്രവൃത്തമായ രചനാത്മകമായ കർമ്മമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് മദീനയെ വിശുദ്ധ ഖുർആനിന്റെ വിഭാവനയിലുള്ള സ്വാസ്ഥ്യവും നിർഭയത്വവും നിറഞ്ഞു നിൽക്കുന്ന, അന്യായങ്ങൾ പൊറുക്കപ്പെടാത്ത, കൃത്യമായ സൗഹൃദം പുലരുന്ന, അവസാനത്തെ പൗരനും കൃത്യമായി വിഭവങ്ങൾ പങ്കുവെച്ച് കിട്ടുന്ന, നിഷ്കൃഷ്ടമായ നീതി നിലനിൽക്കുന്ന ഒരു ക്രമമായി, രാഷ്ട്ര സംവിധാനമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംവിധാനിച്ചു. ഖുലഫാഉ റാഷിദുകൾ റളിയല്ലാഹു തആല അൻഹും അതിൻ്റെ തുടർച്ചയിൽ അത് ഏറ്റെടുത്തു കൊണ്ടുപോയി. കാലങ്ങളായി ആ ക്രമം മാലോകരുടെ മുമ്പിൽ ഏറ്റവും നല്ല മാതൃകയായി നിലനിന്നു. ഈ ക്രമത്തിലേക്കുള്ള, ഇത്തരമൊരു സംവിധാനത്തിലേക്കുള്ള പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാണത്തെയാണ് റബീഉൽ അവ്വലിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെടുത്തിയും
നമുക്കിടയിൽ നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന, നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന, ഉണ്ടായി വരുന്ന അധാർമികതയുടെ ഭീകര മുഖത്തെ അനാവരണം ചെയ്തും നാം കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ധർമ്മത്തിന് മേൽക്കൈയുള്ള ഒരു ക്രമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മിലേക്ക് കടന്നു വരികയും ആ ക്രമത്തെ അങ്ങനെ സ്ഥാപിച്ച് നമുക്ക് അനുഭവിക്കാൻ കഴിയുമാറും അക്കാലത്തുള്ളവർക്ക് നേർക്കുനേരെ തൊട്ടറിയാനും അനുഭവിച്ചറിയാനും ഇക്കാലത്തുള്ള നമുക്ക് വായിച്ച് ആ ചരിത്രത്തിലൂടെ അനുഭവിച്ചറിയാനും ഒക്കെ കഴിയുന്ന വിധം ഭൂമുഖത്ത് സംഭവിച്ചിട്ടും അങ്ങനെ ഒരു ക്രമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിലനിൽപ്പ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയാതെ പോയ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ദുരന്തത്തെക്കുറിച്ചും കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി. അഥവാ ഒരേ ഊന്നലോടുകൂടി, ഒരേ ഗൗരവത്തോടുകൂടി അറബി ഭാഷ വ്യാകരണ ക്രമത്തിൽ ഒട്ടും വ്യത്യാസമില്ലാത്ത വിധം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ കൃത്യമായി പറഞ്ഞ വിഷയങ്ങളോട് രണ്ടു തരം സമീപനം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടായി വന്നു. ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുമ്പോൾ നമസ്കാരം നേരെ ചൊവ്വെ ക്രമപ്രവൃത്തമായി നിലനിർത്തുക എന്നത് വളരെ കൃത്യമായി മുസ്ലിം സമുദായം ഉൾക്കൊണ്ടു. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഉള്ളിടത്ത് നമസ്കരിക്കാൻ പള്ളികൾ സ്ഥാപിതമായി. എന്നാൽ അതേ രീതിയിൽ ഖുർആൻ ഇഖാമത്തുദ്ദീൻ എന്ന് പഠിപ്പിച്ചപ്പോൾ ഈ ധർമ്മത്തിന് മേൽക്കൈയുള്ള ഒരു ക്രമത്തെ സ്ഥാപിക്കുക എന്ന ഹബീബിന്റെ ശരിയായ സുന്നത്തിൽ സ്ഥാപിതമായ ഭൂമുഖത്ത് ഉണ്ടായി വന്ന ആ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ മുസ്ലിം സമുദായം എന്തോ വിധി വൈപരീത്യമെന്ന് പറയട്ടെ തയ്യാറാവുന്നില്ല. നമസ്കാരത്തിൽ വരുന്ന വീഴ്ചയെക്കുറിച്ചുള്ള ഖുർആനിന്റെ ഉത്ബോധനത്തെ ഗൗരവത്തോടെ കാണുന്ന ഒരു സമുദായം ഫവൈലുൽ മുസല്ലീൻ, നമസ്കാരത്തിൽ അന്യായം സംഭവിച്ചാൽ അത്തരം നമസ്കാരക്കാർക്ക് മഹാനാശം എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അതിനെ ഗൗരവതരമായി കാണുന്ന ഒരു സമുദായത്തിന് വൈലുൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യം ചെയ്യുന്നവർ വലിയ നാശത്തിന് വിധേയരാകുമെന്ന ഖുർആനിന്റെ വചനത്തെ ഇതേ ഗൗരവത്തോടെ കാണുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചപ്പോ വ്രതാനുഷ്ഠാനത്തിന്റെ സകല ശുറൂത്തുകളും അഷ്റാത്തുകളും അതിന്റെ സകല ഉപാധികളും പൂർത്തീകരിച്ചുകൊണ്ട് നോമ്പ് നിർബന്ധമായതും പുറമെ സുന്നത്തും അനുഷ്ഠിക്കുന്ന ഒരു സമുദായത്തിന് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസ്, അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്കിടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അധർമ്മത്തിന് പ്രതിക്രിയകളായിട്ട് ആ തെറ്റിന് കൃത്യമായ ശിക്ഷ നടപ്പിൽ വരുന്ന ഖിസാസ് നിർബന്ധമാണ് എന്ന വിശുദ്ധ ഖുർആന്റെ വചനത്തെ ഇങ്ങനെ ഒരു വിഷയം തന്നെ ഖുർആനിൽ ഉണ്ടെന്ന് പോലും ധരിക്കാത്ത വിധം അവഗണിക്കുന്ന ഇരട്ടത്താപ്പ് ഈ സമുദായത്തിന് ശീലമായി. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. ഒരു മുസ്ലിം സമുദായം എന്തായിരുന്നാലും ഇങ്ങനെ ആയിക്കൂടാ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിഷയങ്ങളെ അതേ ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ ഈ സമുദായത്തിന് സാധിക്കണം. ഈ വിഷയത്തിന്റെ തുടർച്ചയിൽ ഒന്ന് രണ്ട് മർമ്മങ്ങൾ കൂടി ഈ മാന്യ സദസ്സിന് മുമ്പിൽ വെക്കാനാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ഈ ദർശനം കേവലം സാരോപദേശ പ്രധാനമായ ഒരു മതമല്ല. മതങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒരിനം മതങ്ങൾ കേവലം സാരോപദേശങ്ങൾ മാത്രമുള്ളതാണ്. അതിൻ്റെ കൂടെ ആചാര അനുഷ്ഠാനങ്ങളും ആരാധനകളും. അതിൽ നിയമങ്ങൾ ഉണ്ടാവില്ല, വിധിവിലക്കുകൾ ഉണ്ടാവില്ല. ഇന്നതൊക്കെ ഹലാൽ, ഇന്നതൊക്കെ ഹറാം, ഹറാം ചെയ്യരുത് എന്ന താക്കീത് അതിലുണ്ടാവില്ല. ഇന്ന ഇന്ന അധർമ്മങ്ങൾ ചെയ്താൽ ഇന്ന ഇന്ന ശിക്ഷ നൽകണം എന്ന് അതിൽ വർത്തമാനങ്ങൾ ഉണ്ടാവില്ല. കേവലം സാരോപദേശ പ്രധാനമായ മതങ്ങൾ. ഇന്ത്യക്ക് പരിചയമുള്ളത് അത്തരം മതങ്ങളെയാണ്. യഹൂദന്റെ മതം അതായിരുന്നില്ല, ക്രൈസ്തവന്റെ മതവും അതായിരുന്നില്ല. പക്ഷേ യഹൂദൻ പിന്നീട് അവന്റെ മതത്തെ
ക്രൈസ്തവൻ പിൽക്കാലത്ത് അവന്റെ മതത്തെ ഈ പറയുന്ന അമ്രുകളും കൽപ്പനകളും നിരോധങ്ങളുമുള്ള ആ ശരീഅത്തിനെ, അതിലെ നിയമക്രമങ്ങളെ എടുത്തു മാറ്റിയിട്ട് കേവലം സാരോപദേശ പ്രധാനമായി പുനഃക്രമീകരിച്ചു. അതാണ് അതിൽ നടന്ന കൈകടത്തലുകൾ. സെന്റ് പോള് രംഗത്ത് വരും വരെ ക്രൈസ്തവ മതത്തിൽ നിരോധങ്ങളും കൽപ്പനകളും ശിക്ഷാവിധികളും ഉണ്ടായിരുന്നു. ക്രൈസ്തവ മതത്തെ പുനഃക്രമീകരിച്ചപ്പോ ഈ ശരീഅ നിയമങ്ങളെയും ഹലാല് ഹറാമുകളെയും വിധിവിലക്കുകളെയും കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന ക്രമത്തെയും എടുത്തു മാറ്റിയിട്ട് കേവലം സുവിശേഷ പ്രസംഗമാക്കി അതിനെ മാറ്റി കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഇത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതേതു കാലഘട്ടത്തിൽ ഏതേതു പ്രവാചകന്മാരിലൂടെ ഏതേതു ജനപദങ്ങളിൽ ഇസ്ലാമിക ദർശനത്തെ നൽകിയോ അന്നെല്ലാം അവർക്കൊക്കെ ശരീഅത്ത് നൽകിയിട്ടുണ്ട്. നിയമക്രമങ്ങൾ, കൽപ്പനാ നിരോധങ്ങൾ, വിധി വിലക്കുകൾ, പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങൾ, പാടില്ലാത്തത് ചെയ്താൽ അതിനുള്ള പ്രതിക്രിയയും ശിക്ഷയും. ഇങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ ദർശനം എക്കാലത്ത്. അതിന്റെ തുടർച്ചയിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. അതിൽ ശരീഅത്തിനെയും മൻഹജിനെയും ഈ നിയമക്രമങ്ങളെയും നടപടിക്രമങ്ങളെയും എടുത്തു മാറ്റിയപ്പോഴാണ് നിലവിലെ യഹൂദ മതം ഉണ്ടായത്. അതേ രീതിയിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കൊണ്ടുവന്ന ദർശനത്തിലും ഈ പറഞ്ഞ ശരീഅത്തും മൻഹജും ഉണ്ടായിരുന്നു. അതിനെ ഊരിക്കളഞ്ഞിട്ട് സാരോപദേശ പ്രധാനമായിട്ട് അതിനെ സംവിധാനിക്കുകയാണ് പിന്നീട് ക്രൈസ്തവർ. അതാണ് ക്രിസ്തുമതം എന്ന് പറയുന്ന യേശുവിൻ്റെതല്ലാത്ത മതം. ഈസയുടെ മതവും ക്രിസ്തുവിന്റെ മതവും രണ്ടും രണ്ടാ. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഭഗവാന്മാരായി ഈ സമൂഹം സങ്കല്പിക്കുന്നവർ ഇസ്ലാമിലെ പ്രവാചകന്മാരാണ്. അവർ സാരോപദേശമുള്ള വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞവരല്ല. ഹൈന്ദവ ധർമ്മത്തിന്റെ മുഖമുദ്ര അഹിംസയാണെന്ന് വാദിക്കുന്ന വലിയ താത്വികാചാര്യന്മാരെ നമുക്ക് കാണാം. എന്നാൽ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് കൗരവരോട് യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കുന്ന, പ്രേരിപ്പിക്കുന്ന യുദ്ധം, ആയുധമെടുത്തുള്ള പോരാട്ടം, അത് അതിന്റെ ശരിയായൊരു പാഠമാണ്. തിന്മയോടത് പൊറുക്കില്ല. അപ്പോൾ അതിലും ശരീഅത്തും മിൻഹാജും ഉണ്ടായിരുന്നു. അതിനെ ഊരിക്കളഞ്ഞിട്ട് ആത്മോപദേശ പ്രധാനമായി, ആത്മസുഖത്തിനായി ആചരിക്കുന്ന അനുഷ്ഠാനങ്ങളായി, അങ്ങനെ രീതികളും ആചാരങ്ങളും അത്യാചാരങ്ങളുമായി പുനഃസംവിധാനിച്ചപ്പോൾ ഇങ്ങനെ ഒരു ആത്മീയ ക്രമം ഇവിടെയും ഉണ്ടായി. അപ്പൊ ഇന്ന് നിലവിലുള്ള ഈ പറയുന്ന മതങ്ങളെല്ലാം സാരോപദേശങ്ങൾ, ശുദ്ധ വാള് ഉള്ള മതങ്ങളാണ്. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിൽ നല്ല സാരോപദേശങ്ങളുണ്ട്. ഇസ്ലാമിൽ നല്ല അടിസ്ഥാനപരമായ ഫിലോസഫിക്കൽ വർത്തമാനങ്ങളുണ്ട്. ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇടപെടലുകളുണ്ട്. സയൻസുമായി ബന്ധപ്പെട്ട വലിയ വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. ഇപ്പോഴും മനുഷ്യൻ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ലാത്ത അന്യഗ്രഹ ജീവികളെ കുറിച്ച് വരെ പറയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യൻ അങ്ങോട്ട് നടന്നെത്താൻ ചിലപ്പോൾ ഇനിയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞേക്കാം എന്ന വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേ ദർശനം ചരിത്രത്തെക്കുറിച്ച് ഭംഗിയായിട്ട് പറയും. മാനവകുലത്തിന്റെ ചരിത്രം ഇത്ര കൃത്യമായി ആ നാൾ വഴികളെ രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞ ഒരു ഗ്രന്ഥം, വേദഗ്രന്ഥം വേറെയില്ല. അത് വിശുദ്ധ ഖുർആനാ. അതേ വിശുദ്ധ ഖുർആൻ ഹലാലുകളെ കുറിച്ച് പറയും, ഹറാമുകളെ കുറിച്ച് പറയും. അതിൽ ശരീഅത്തുണ്ട്. അതിൽ കുറ്റങ്ങൾക്ക് നല്ല ശിക്ഷയുണ്ട്. അധർമ്മത്തോടത് പൊറുക്കില്ല. ധർമ്മത്തോടതിന് വലിയ ഇഷ്ടമാണ്. അധർമ്മം കാണിക്കുന്നവർക്ക് എതിരെ ശക്തമായിട്ട് സംസാരിക്കും. അന്യായക്കാരോട് കലാപം ചെയ്യും, കലഹിക്കും. ഇങ്ങനെ ഒരു ദർശനമാണ് ഇസ്ലാം. ഈ വിശുദ്ധ ഖുർആനിനെ, അതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഈ സുന്നത്തിനെ ഇവിടെ നിലവിലുള്ള സാരോപദേശ പ്രധാനമായ മതങ്ങളെ പോലെ ആക്കി തീർക്കുന്നവർ യഥാർത്ഥത്തിൽ പ്രവാചകനോടും ഖുർആനിനോടും അന്യായം കാണിക്കുന്നവരാണ്. ഈ യാഥാർത്ഥ്യം വിനയപുരസരം മുസ്ലിം സമുദായം തിരിച്ചറിയണം. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഫറോവയോട് കലഹിക്കേണ്ടി വന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഈജിപ്തിലെ വിഗ്രഹ ആരാധനാക്രമത്തോട് കലഹിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇറാഖിലെ സ്വന്തം പിതാവ് ആസർ എന്ന പദവിയിലിരിക്കുന്ന വിഗ്രഹ ആരാധനയുടെ വക്താവായ പിതാവിനോടും ആ ക്രമത്തോടും കലഹിച്ചതുപോലെ ഇറാഖ് ഭരിക്കുന്ന നമ്രൂദിനോട് കലഹിച്ചത്.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിലനിൽക്കുന്ന വിഗ്രഹ ആരാധന അധിഷ്ഠിതമായ ക്രമത്തോട് കലഹിച്ചതുപോലെ ആ നാട് ഭരിക്കുന്ന നാട്ടുകൂട്ട പ്രമാണിമാരോടും കലഹിച്ചത്. ഇങ്ങനെ സമരത്തിന്റെ, എതിർപ്പിന്റെ, ഇടപെടലിന്റെ വളരെ കൃത്യമായ മുഖമുള്ള ഒരു ദർശനമാണ് ഇസ്ലാം. അതിനെ മാറ്റിവെച്ചിട്ട് ഒരാളും ഇസ്ലാമിന്റെ വക്താവായി രംഗത്ത് വരരുത്. അന്യായമാണ്. ഈ യാഥാർത്ഥ്യം കൊണ്ടാണ് ഇസ്ലാം ഇത്രയും കൃത്യമായ ധർമ്മ സംസ്ഥാപനത്തിന്റെ വഴി 23 കൊല്ലക്കാലം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ച ഈ മഹനീയ ചരിത്രം നമുക്ക് എത്ര പറഞ്ഞാലും മതിവരാത്ത വിധം അതിന്റെ എല്ലാ അതിർത്തികളും ഭദ്രമാക്കിക്കൊണ്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു വെച്ചത്. അത് ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് പാകപ്പെടണം. കലവറയില്ലാതെ ഉൾക്കൊള്ളാൻ പറ്റണം. റിസർവ് ചെയ്യാതെ തന്നെ, മുൻവിധിയോടുകൂടി ആവാതെ ഇസ്ലാമിന്റെ ഈ ക്രമത്തെ അംഗീകരിക്കാൻ കഴിയണം. ഇസ്ലാം അധർമ്മത്തോട് പൊറുക്കില്ല. ഷിർക്കിനെ വരെ അംഗീകരിച്ച് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ്. ബഹുദൈവ ആരാധനയെ വരെ ഇസ്ലാം അംഗീകരിക്കും, അധർമ്മത്തെ അംഗീകരിക്കില്ല. കൃത്യമായ ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഈ വിഗ്രഹ ആരാധനക്ക് നന്നായി സംസാരിച്ച പ്രവാചകനാണ്. ഖുർആൻ കൃത്യമായി മക്കീ സൂറകൾ തൗഹീദും റിസാലത്തും ആഖിറത്തും സ്ഥാപിക്കാൻ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ ഉദ്ധരിച്ചും ചരിത്രത്തെ മുമ്പിൽ വെച്ചും വളരെ കൃത്യമായ ബുദ്ധിയെ പ്രകാശിപ്പിക്കും അടയാളങ്ങൾ പറഞ്ഞും അവര് പൂജിക്കുന്ന ഈ കല്ലുകുട്ടികൾ ഒന്നിനും കഴിയാത്തവരാണെന്ന് സ്ഥാപിച്ചും സമർത്ഥനത്തോടുകൂടി സമർത്ഥമായി ഈ ദർശനത്തെ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അവിടുത്തെ വിഗ്രഹങ്ങളെ തകർക്കാൻ ഒരു ഓപ്പറേഷൻ നടത്തിയില്ല. മക്കം ഫത്ഹ് വരെ കഅബക്കകത്തെ ഒരു വിഗ്രഹത്തിന് ഒരു കോട്ടവും പറ്റിയില്ല. സഫാ കുന്നിലെയും മർവാ കുന്നിലെയും പ്രതിഷ്ഠകൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. ആരും കൊണ്ടുപോയി കരിയോയിൽ ഒഴിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിൽ വളർന്ന ടീനേജുകാരൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അന്ന് അദ്ദേഹത്തിന്റെ പ്രായമത ഹദീസിന്റെ ഭാഷയിൽ ഹീന നാഹിസുൽ ഹിൽം, പക്വതയോടടുത്ത പ്രായമുള്ള പൊടിമീശക്കാരൻ. ഈ അലിന്റെ കയ്യും പിടിച്ച് കഅബാലയത്തിലേക്ക് പോയി. ഈ വിഗ്രഹങ്ങൾ ഉള്ള സമയത്ത് പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് ഹബീബ് കഅബയുടെ ചുമരിൽ ചാരി എന്ന് വിശ്രമിക്കാൻ തുടങ്ങി. കുഞ്ഞ് കൗതുകത്തോടുകൂടി ഓരോന്നിനെയും നോക്കി നോക്കി ചെന്നിട്ട് ഒരു വിഗ്രഹത്തിന്റെ കൈ പിടിച്ച് തിരിച്ചു വെച്ചു. ഇങ്ങനെ നേരെ നിന്ന വിഗ്രഹത്തിന്റെ കൈ ഇങ്ങനെ തിരിച്ചു പിടിച്ചു. റസൂലുള്ളാഹി ഇത് കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് ഉടനെ എഴുന്നേറ്റ് ചെന്ന് ആ വിഗ്രഹത്തിന്റെ കൈ നേരെയാക്കി വെച്ചിട്ട് ഈ കുഞ്ഞിന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് പോയി. നിന്നെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന അർത്ഥത്തിൽ. നമ്മുടെ മാനസികാവസ്ഥയാണെങ്കിൽ ഒരെണ്ണെങ്കിലും തകർന്നാൽ കുട്ടിയല്ലേ തകർക്കട്ടെ എന്ന് വെച്ച് നമ്മൾ ഒന്നുകൂടി കണ്ണ് ഇറുകി ചിമ്മി അവിടെ ഇരുന്ന് കളയും. അതാണല്ലോ നമ്മുടെ ജിഹാദി ആവേശം, തെറ്റായ ജിഹാദി ആവേശം. അപ്പോൾ മക്കയിൽ കഅബക്കകത്ത് കുടികൊള്ളുന്ന ഒരു വിഗ്രഹത്തെയും ഹബീബ് തൊട്ടില്ല. ഹബീബിന്റെ അനുചരന്മാരും തൊട്ടില്ല. പക്ഷെ വിഗ്രഹ ആരാധനയാകുന്ന അസുഖത്തോട് ശരിക്കു പൊരുതി. എന്നാൽ ഹബീബ് വിഗ്രഹങ്ങളെ തൊടാത്ത ഹബീബ് അവിടുത്തെ നാട്ടുകൂട്ട പ്രമാണിമാരായ വിഗ്രഹങ്ങളെ തൊട്ടു. അബൂജഹലിനെ വിട്ടില്ല, അബൂലഹബിനെ വിട്ടില്ല. ഉത്ബത്തും ഷൈബത്തും അബൂ സുഫ്യാനും ഉമറും ഹബീബിന്റെ ചൂടറിഞ്ഞു. അവരെ കാണിക്കുന്ന അധർമ്മത്തോട് മുഖാമുഖം പൊരുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിന്റെ കയ്യിൽ നിന്ന് പാവപ്പെട്ടവന്റെ പണം നേടിക്കൊടുക്കാൻ അവനോട് കലഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ അവഗണിച്ചവരെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവർക്കെതിരെ ഒരു പുതിയ മുന്നേറ്റം നയിച്ച പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. യഖുലു മിന്നൽ കവിയു അൽറൈഫ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ശക്തർ ദുർബലരെ തിന്നുകയായിരുന്നു റസൂലുള്ളാഹി വരും വരെ എന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ഉള്ളവൻ മാത്രം നിലനിൽക്കുന്ന അവന്റെ കാര്യങ്ങൾ നടക്കുന്ന ആ ക്രമത്തിൽ അവഗണിക്കപ്പെട്ട ഞങ്ങളെ, പ്രാന്തവൽക്കരിക്കപ്പെട്ട ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ഹബീബാണെന്ന് അതവർക്ക് സഹിച്ചില്ല. പ്രമാണിമാർക്ക് സഹിച്ചില്ല, ഭരണാധികാരികൾക്ക് സഹിച്ചില്ല. കുതിരക്ക് കിട്ടുന്ന പരിഗണന പോലും കിട്ടാതെ പോയ അടിമകളെ ചേർത്ത് പിടിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ വിഗ്രഹങ്ങളെ വെറുതെ വിട്ട ഹബീബ് അധർമ്മത്തിന്റെ വക്താക്കളെ വെറുതെ വിട്ടില്ല. സഹന സമരത്തിലൂടെ തന്നെ 10 കൊല്ലം പരസ്യ പ്രബോധന കാലത്ത് അവരോട് പൊരുതി. മദീനയിലെത്തിയ ശേഷം ആയുധമെടുത്തുകൊണ്ടും പോരാടി. മദീനക്കകത്ത് അധർമ്മം ചെയ്യുന്നവരെ ശക്തമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി.
കൃത്യമായ വിചാരണ നടത്തി. സ്ഥാനവും പദവിയും കുടുംബവും കുലവും നോക്കാതെ ശിക്ഷിച്ചു. ഇതാണ് ഇസ്ലാം. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, തിരിച്ചറിവുണ്ടാവണം. പുതുകാലഘട്ടത്തിന്റെ ബഹളങ്ങളിൽ വലിയവന്മാർ വൃത്തികേട് കാണിക്കുമ്പോൾ വൃത്തികേട് ചെയ്യൽ ഒരു കുഴപ്പമല്ല എന്ന് സാധാരണക്കാരൻ മനസ്സിലാക്കി താഴെ തട്ടിൽ വരെ അധർമ്മവും അന്യായവും സാർവത്രികമാകുന്ന ഒരു ക്രമത്തിനകത്ത് പഞ്ചപുച്ഛമടക്കി 5 നേരം നമസ്കരിച്ചിരുന്നാൽ മാത്രം ഒരു മുസ്ലിം ആവില്ല. കാരണം ഇസ്ലാം അധർമ്മത്തോട് പൊറുക്കില്ല. ഇസ്ലാം അധർമ്മത്തോട് പൊറുക്കില്ല. ഇസ്ലാമിക ക്രമത്തിനകത്ത് മറ്റു മതങ്ങൾ ജീവിക്കും. മദീനയാകുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൽ യഹൂദൻ ജീവിച്ചു. വലിയ യഹൂദി ദീനുഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ ആദ്യത്തെ ഭരണഘടന ഇസ്ലാമിൽ മദീനയിലെ ഭരണഘടനയാണ്. അതിൽ എഴുതി വെച്ചിരിക്കുക യഹൂദർക്കുടെ മതമനുസരിച്ച് ജീവിക്കാം. അപ്പൊ യഹൂദ സിനഗോഗുകൾ മദീനക്ക് നിലനിൽക്കും. അവിടെ ആചാരവും അനുഷ്ഠാനവും പേഴ്സണലോ തുടരും. ഇസ്ലാം അത് അനുവദിക്കും. ക്രമം ഇസ്ലാമിൻ്റെതാകുമ്പോഴും വലിയ നസാറാ ദീനുഹും നസ്രാനികൾക്ക് അവിടെ മതം, നസ്രാനി ക്രൈസ്തവർക്കുടെ പേഴ്സണല്ലോ അവരുടെ ആരാധന ആചാരം അനുഷ്ഠാനം എല്ലാം നടക്കും. അതിനെ ഇസ്ലാം ഇല്ലാതാക്കില്ല. ക്രമം ഇസ്ലാമിൻ്റെതാകുമ്പോഴും. അപ്പൊ വിഗ്രഹാരാധന അധിഷ്ഠിതമായ ശിർക്കിന്റെ ഇത്തരം സകല ചിന്താഗതികളെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി മനുഷ്യാവകാശത്തിന്റെ ഭാഗമായി ഇസ്ലാം അംഗീകരിച്ചു കൊടുക്കും. എന്നാൽ തിന്മയെ ഇസ്ലാം അംഗീകരിക്കില്ല. ഇതാണ് ഇസ്ലാമിന്റെ പോളിസി എന്ന് വിനയപുരസ്സരം നമ്മൾ തിരിച്ചറിയണം. ഇനിയെങ്കിലും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമസ്കാരക്കാരുടെയും ഉംറക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ച ഒരു ക്രമത്തിൽ അധർമ്മത്തിന് നല്ല മേൽക്കൈ കിട്ടും. അധർമ്മത്തിന് മേൽക്കൈ കിട്ടുന്ന ഒരു ക്രമത്തിൽ ജീവിക്കുന്ന മുസ്ലിം ജീവിക്കാൻ അർഹനല്ല. അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ന്യായമില്ല. സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ശിക്ഷ അവനെയും ബാധിക്കാതിരിക്കില്ല എന്ന് കൃത്യമായിട്ട് ഖുർആൻ. അതുകൊണ്ട് അധർമ്മത്തോട് രാജിയാവാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാമിക ദർശനത്തിൽ അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ എന്ന പ്രയോഗം ധാരാളമായി നമുക്ക് കാണാം. നന്മ സ്ഥാപിക്കും, അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യും. നന്മ സ്ഥാപിക്കാൻ വാഴ്ന്നു പറച്ചിൽ മാത്രമല്ല, അധർമ്മം ഇല്ലാതാക്കാൻ വാഴ്ന്നു പറയും. നന്മ സ്ഥാപിക്കാൻ ഇടപെട്ട് പ്രവർത്തിക്കുക മാത്രമല്ല, അധർമ്മം ഇല്ലാതാക്കാൻ ഇടപെട്ട് പ്രവർത്തിക്കും. നന്മ സ്ഥാപിക്കാൻ രംഗത്തിറങ്ങി പ്രവർത്തിച്ച് മുന്നേറുക മാത്രമല്ല, അധർമ്മം ഇല്ലാതാക്കാൻ രംഗത്തിറങ്ങി പ്രവർത്തിച്ച് മുന്നേറും. നന്മയോട് ആഭിമുഖ്യമുള്ളത് പോലെ തന്നെ തിന്മയോട് അങ്ങനത്തെ വെറുപ്പുണ്ടാവും. ഇത് രണ്ടും ഒരേ സമയം സമഞ്ജസമായി സമ്മേളിക്കുന്ന ഉദാത്തമായ ക്രിയാത്മകമായ പ്രവർത്തന മാർഗമാണ് ഹബീബിൻ്റെത് എന്ന് വളരെ കൃത്യമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കും. അതിന്റെ തുടർച്ചയിൽ നമ്മളോട് അള്ളാഹു അത് പറയുകയും ചെയ്യും. സൂറ അഅ്റാഫ് 157 സൂക്തം. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ് ഖുർആൻ. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യ. നിരക്ഷരനായ ഈ പ്രവാചകൻ, അള്ളാഹുവിന്റെ ദൂതൻ, ആ ദൂതനെ പിൻപറ്റുന്നവർ മുസ്ലിമീങ്ങളായ നമ്മളെ കുറിച്ചാണ്. അല്ലദീന യത്തബിഊന പിൻപറ്റുന്നവർ, ഇത്തിബാഉ റസൂൽ ഹബീബിനെ പിൻപറ്റുന്നവർ. ഈ ഹബീബിന്റെ വിശേഷണം പറയുന്ന ഖുർആൻ അർ-റസൂലൻ നബിയ്യൽ ഉമ്മിയ്യ. റസൂലാണ്, ദൂതനാണ്, നബിയാണ്, പ്രവാചകനാണ്, ഉമ്മിയാണ്, നിരക്ഷരനാണ്. അങ്ങനെയുള്ള ഈ പ്രവാചകൻ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും ഈ പ്രവാചകനെ കുറിച്ച് കൃത്യമായ രേഖപ്പെടുത്തപ്പെട്ടത് അവർക്ക് കാണാം, അവർക്കറിയാം ഈ ഹബീബിനെ. അങ്ങനെയുള്ള ഈ പ്രവാചകൻ, ആ പ്രവാചകനെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഖുർആൻ പറയുന്നു യഅ്മുറുഹും ബിൽ മഅറൂഫ്. ഈ പ്രവാചകൻ നന്മ കൽപ്പിക്കുന്നു. മഅറൂഫ് ധർമ്മങ്ങൾ, മൂല്യങ്ങൾ, അത് അമറബി കൽപ്പിച്ചു, സ്ഥാപിച്ചു. യഅ്മുറുഹും ബിൽ മഅറൂഫ് നന്മ സംസ്ഥാപിക്കുന്നു, നന്മ കൽപ്പിക്കുന്നു, നന്മ സ്ഥാപിക്കുന്നു. വയൻഹാഹും അനിൽ മുൻകർ തിന്മ ഇല്ലാതാക്കുന്നു, തിന്മയെ വിരോധിക്കുന്നു. ഇപ്പൊ നന്മ സ്ഥാപിക്കുക, തിന്മ ഇല്ലാതാക്കുക, അത് കേവലം വഴതല്ല എന്നത് ഹബീബിനെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. മദീനയിൽ കേവലം വഴതായിരുന്നില്ല നടന്നിരുന്നത്. മക്കയിലും അധർമ്മത്തോട് കേവലം വഴത് പറച്ചിൽ മാത്രമല്ല നടന്നത്. ഇടപെടലിന്റെ ഒരു ഉള്ളടക്കം അതിനുണ്ടായിരുന്നു. ഈ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നല്ലത് മാത്രം അനുവദിക്കുന്നു. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതത്തിന് യോജിക്കാത്ത സകല ചീത്തത്വങ്ങളെയും, സംസ്കാരം, ശൈലി, ഭക്ഷണം, വസ്ത്രം,
തുടങ്ങി എന്തെല്ലാം ഉണ്ടോ എല്ലാം, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് യോജിക്കാത്ത എല്ലാറ്റിനെയും ഈ ഹബീബ് അവർക്ക് വിലക്കുന്നു. കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അധികാര സ്വരമുള്ള ഒന്നാണ്, അത് വാഴലല്ല. വിലക്കുക എന്ന് പറയുമ്പോൾ റിക്വസ്റ്റ് അല്ല, അതും അധികാര സ്വരമുള്ള ഒന്നാണ്. ഭാഷ മനസ്സിലാകുന്നവർക്ക് അത് മനസ്സിലാകും. അതുകൊണ്ട് പ്രവാചകൻ അവരോട് നല്ലത് മാത്രം അവർക്ക് അനുവദിക്കുകയും മ്ലേച്ഛമായ എല്ലാം അവർക്ക് വിലക്കുകയും ചെയ്യുന്നു. മനുഷ്യനുമേൽ അതീശ ശക്തികൾ, അത് ആത്മീയ ചൂഷകന്മാരാവട്ടെ, അധികാര ശക്തികളാവട്ടെ, മറ്റു അധിനിവേശ ക്രമങ്ങളാവട്ടെ, ആരെല്ലാം മനുഷ്യനുമേൽ ഭാരങ്ങൾ കയറ്റിവെക്കുന്നുവോ ആ ഭാരങ്ങളെ അവരുടെ ഭാരങ്ങളെ ഈ പ്രവാചകൻ ഇറക്കി വെക്കുന്നു. വല്ലഗലാൽ, അവരുടെ മേൽ അണിയിക്കപ്പെട്ട ചെങ്ങലകളെ പൊട്ടിച്ചെറിയുകയും ചെയ്തു. വല്ലഗലാലത്തി കാനത്താലയും, അവരുടെ മേൽ വിലങ്ങ് തീർത്ത ആ വിലങ്ങുകളെ, ചെങ്ങലകളെ ഈ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചെറിയുന്നു. മനുഷ്യരെ വിമോചിപ്പിക്കുന്നു എല്ലാത്തരം അടിമത്തത്തിൽ നിന്നും. ഫല്ലദീന ആമനു, ഈ പ്രവാചകനിൽ വിശ്വസിക്കുന്നവർ, മുസ്ലിമീങ്ങളെ കുറിച്ചായി പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ, ഇത് കേവലം വാഹിദായ ഒരു പ്രവാചകനല്ല, ഏതോ ആശ്രമത്തിൽ മഠത്തിൽ ഇരുന്ന് കൊണ്ട് ഉപദേശം നൽകി വരുന്നവരെ ആശീർവദിച്ചൊരു പ്രവാചകനല്ല. നല്ല ഒരു സമയം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ജനങ്ങളുമായി സംവദിക്കാതെ ഒഴിഞ്ഞുന്ന പ്രവാചകനല്ല. മദീന നഗരം വിട്ട് ഇടക്കിടക്ക് ഹിറാ ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന പ്രവാചകനുമല്ല. ഹിറാ ഗുഹയിൽ നിക്കറവുമായി ഇറങ്ങി വന്നിട്ട് പിന്നെ ഈ ഹബീബ് ഹിറാ ഗുഹയിലേക്ക് കയറിയിട്ടില്ല. മുഴുസമയം മനുഷ്യർക്കിടയിൽ ജീവത്തായി നിന്ന ഒരു മഹാപ്രവാചകൻ, അതാണ് ഈ പ്രവാചകൻ. ഇതൊക്കെയായിരുന്നു ആ പ്രവാചകൻ എന്ന് നമ്മെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു. ഫല്ലദീന ആമനൂ ബിഹി, ഈ പ്രവാചകനെ വിശ്വസിക്കുന്നവർ, വഅസ്സറൂഹു, ഈ പ്രവാചകനെ ശക്തിപ്പെടുത്തുന്നവർ, വനസറൂഹു, ഈ പ്രവാചകന്റെ മാർഗത്തെ സഹായിക്കുന്നവർ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹ്, ഈ പ്രവാചകൻ അല്ലാഹു ഇറക്കിയ ഈ ദർശനത്തെ, പ്രകാശത്തെ നേരെ ചൊവ്വെ പിൻപറ്റുന്നവർ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയിച്ചവർ. മാറിയിരുന്ന് കൂടിയിരുന്ന് സലാത്തും ദിക്റും ചൊല്ലി എണ്ണം തികച്ച് 1,001 സലാത്ത് ചൊല്ലിയാൽ സകല മോഹങ്ങളും പൂർത്തീകരിക്കപ്പെടുമെന്ന് ആരോ പറഞ്ഞു കേട്ടപ്പോൾ എണ്ണിത്തീർന്ന ദിനം പ്രതി സ്വലാത്തിന്റെ എണ്ണം SMS അയച്ച് സന്തോഷിക്കുന്ന കൂട്ടരെ, അത്തരം ഒരു മോഹന സാഫല്യത്തിന്റെ അതിർത്തിയിൽ സ്വർഗവും അതിൽ പെടുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് സൂറത്തുൽ ആറാഫ് മനുഷ്യർക്കിടയിൽ എഴുന്നേറ്റുന്ന ഈ മഹാപ്രവാചകനെ പരിചയപ്പെടുത്തിയിട്ട് നിങ്ങളോട് പറയും. സൂറ ആറാഫ് 157 സൂക്തം. അതുകൊണ്ട് ഈ പ്രവാചകനെയാണ് പിൻപറ്റേണ്ടത്. അങ്ങനെയുള്ള ഈ പ്രവാചകനെ പിൻപറ്റുന്നവർ, ഫല്ലദീന ആമനു വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ഈ പ്രവാചകനെ പിൻപറ്റി, ഈ പ്രവാചകനെ ശക്തിപ്പെടുത്തി, ഈ പ്രവാചകന്റെ മാർഗത്തെ സഹായിച്ച്, ഈ പ്രവാചകൻ കൊണ്ടുവന്ന പ്രകാശത്തെ യഥാവിധി ഉൾക്കൊണ്ട് അദ്ദേഹത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയിച്ചവർ. ഇസ്ലാം കൊണ്ട് വിജയിക്കണമെങ്കിൽ ഇതേ വഴിയുള്ളൂ. എങ്കിൽ നിങ്ങൾ അറിയണം, ഈ പ്രവാചകൻ കേവലം വാഴ്ന്നു പറയുന്ന പ്രവാചകനായിരുന്നില്ല, അധർമ്മത്തോട് പൊറുക്കാത്ത ഒരു പ്രവാചകൻ. പ്രവാചകന്റെ മദീനയാകുന്ന ക്രമത്തിനകത്ത് യഹൂദ, നസ്രാനി, ഷിർക്കിൽ അധിഷ്ഠിതമായ മതവിശ്വാസികൾക്ക് ജീവിക്കാൻ അനുവാദം കൊടുത്തപ്പോഴും ആ സമൂഹത്തിൽ നടക്കുന്ന ഒരു തിന്മയും സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനപ്പുറത്ത് കിസ്ര, കൈസർ, അധികാര ശക്തികൾക്കകത്ത് നടമാടുന്ന തിന്മയോട് വെല്ലുവിളിച്ച പ്രവാചകൻ. മര്യാദക്ക് വഴിപ്പെട്ടില്ലെങ്കിൽ അസ്ലിം തസ്ലം, നിങ്ങൾ വഴങ്ങിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് വരും എന്ന് അധികാര സ്വരത്തിൽ അധർമ്മത്തിന്റെ ശക്തികളോട് സംസാരിച്ച പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരു പ്രവാചകനായിരുന്നു നമ്മുടേത് എന്ന് ആ പ്രവാചകന്റെ വഴിത്താരയിൽ ഇതുപോലെ ജീവിച്ച് മുന്നേറിയെങ്കിലേ വിജയിക്കൂ എന്ന് ഇത്ര കൃത്യമായി ഖുർആൻ പറഞ്ഞിരിക്കെ സമാനമായ ആയത്തുകൾ വരെയും തിന്മയോട് ഇത്രമേൽ താദാത്മ്യം പ്രാപിച്ച് നമുക്കതൊന്നും വിഷയമല്ല, 12:45 ജുമക്ക് എത്തലാണ് പ്രധാനം എന്നിടത്തോളം എത്തി നിൽക്കുന്ന ഒരു സമുദായം നിലനിൽക്കാൻ അർഹരല്ല. അവരുടെ കയ്യിൽ ഇസ്ലാം സുരക്ഷിതമല്ല. അവരെത്ര സ്നേഹിച്ചാലും ഇസ്ലാം അവരെ പോലും രക്ഷപ്പെടുത്തില്ല. അവരെത്ര സ്നേഹത്തോടെ മഹത്വം വിളിച്ചു കൂവിയാലും ഒരു മനുഷ്യന്റെ മനസ്സിലും അത് സ്വാധീനിക്കില്ല.
എന്ന യാഥാർത്ഥ്യം വേദനയോടെ നാം ഓർക്കണം. തിന്മയോട് ഇസ്ലാം അംഗീകരിക്കില്ല. പോരാട്ടം ചെയ്യും ഇസ്ലാം, കലാപം ചെയ്യും ഇസ്ലാം. അതുകൊണ്ട് വിശ്വാസികളായ ആണിനും പെണ്ണിനും ഈ അംറും ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ നിർബന്ധം. അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായി ഇരിക്കാമായിരുന്നു, വേണമെങ്കിൽ നാട് വിട്ട് മലമുകളിൽ പോയി താമസിക്കാമായിരുന്നു, അതല്ലെങ്കിൽ അങ്ങകലെ ഏതോ അറേബ്യൻ രാഷ്ട്രത്തിനകത്ത് പോയി നമുക്ക് പ്രവാസം നയിക്കാമായിരുന്നു. പക്ഷെ നമുക്കത് പറ്റില്ല. എവിടെ ജീവിക്കുന്നുവോ അവിടെ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് തിന്മയോട് പൊരുതിയിട്ടേ ജീവിക്കാൻ പറ്റൂ. വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്ത് തൗബ 71-ാമത് സൂക്തം, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസിനികളായ സ്ത്രീകളും. പെണ്ണിനും ബാധ്യത ഉണ്ട് എന്നാ. പെണ്ണിനെ കേവലം വീട്ടകത്ത് ചോറ്റിനും പേറ്റിനും മാത്രമാക്കി നിർത്തിയിട്ട് പർദ്ദയിടിച്ച് അങ്ങനെ അതാണ് ഇസ്ലാമിന്റെ മുഖം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ 100 ആവർത്തി പഠിക്കണം ഈ ആയത്ത്. ആണിനും പെണ്ണിനും ഒരുപോലെ ബാധ്യതയുള്ള വിഷയം പറയുമ്പോൾ ആണിന്റെയും പെണ്ണിന്റെയും പേര് വേറെ വേറെ ഖുർആൻ പറയും. പൊതുവിഷയങ്ങളിൽ എല്ലാവരും ഒന്നിച്ച് ആമായിട്ട് പറയും, ജനറൽ ആയിട്ട് പറയും. ഇവിടെ എടുത്തു പറഞ്ഞു വൽ മുഅ്മിനൂന, വിശ്വാസികളായ പുരുഷന്മാർ, വൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ സ്ത്രീകൾ, ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്, അവർ ഈ ആദർശത്തിന്റെ മാർഗത്തിൽ ഉറ്റ ബന്ധുക്കളാണ്. ഒരേ മിഷനാ അവർക്ക്, അവർ ഒരേ ആദർശത്തിന്റെ പ്രവർത്തകരാ, അവർ ഒരേ പ്രസ്ഥാനത്തിന്റെ അനുയായികളാ. ഇസ്ലാമാകുന്ന പ്രസ്ഥാനം, നായകനാകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്ത് വേണം? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി. ഈ വിശ്വാസിയായ പുരുഷനും ഈ വിശ്വാസിനിയായ സ്ത്രീയും ഒരുപോലെ നന്മ സ്ഥാപിക്കണം, തിന്മ ഇല്ലാതാക്കണം. വീട്ടിലിരുന്നിട്ട് പെണ്ണ് വർത്തമാനം പറഞ്ഞാൽ വീട്ടകത്തെ നടക്കൂ. പള്ളിയിലിരുന്നിട്ട് ആണുങ്ങൾ സംസാരിച്ചാൽ പള്ളിക്കകത്തെ നടക്കൂ. പക്ഷെ ഇത് വീട്ടിലും പള്ളിയിലും മാത്രം നടക്കേണ്ട കാര്യമില്ല. വീട്ടിലും പള്ളിയിലും തിന്മ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. സമൂഹത്തിൽ തിന്മ ഇല്ലാതായെങ്കിലേ ആ തിന്മയുടെ വൈറസ് നമ്മുടെ വീട്ടകത്തേക്ക് കയറി വരാതിരിക്കൂ. സമൂഹത്തിൽ തിന്മ ഇല്ലാതായെങ്കിലേ ആ തിന്മയുടെ വൈറസ് നമ്മുടെ മഹല്ലിനെ ആക്രമിക്കാതിരിക്കൂ. സമൂഹത്തിനകത്ത് മുമ്പ് ഒരു സമൂഹത്തിനും കേട്ടുകേൾവിയില്ലാത്ത വിധം ജനിക്കാൻ കാരണക്കാരനായ പിതാവ് തന്നെ സ്വന്തം മകളെ ഉപയോഗിക്കുന്ന വൃത്തികേട് സമൂഹത്തിൽ അരങ്ങേറിയപ്പോ മുസ്ലിം സമുദായത്തിനകത്തും കയറി വന്നു. വാഴലുകൾ നിന്നത് കൊണ്ടല്ല, ഉറുതികൾ ഇല്ലാതെ പോയത് കൊണ്ടല്ല, പള്ളികൾ അടച്ചുപൂട്ടി ഇമാമുമാർ പണിമുടക്ക് പ്രഖ്യാപിച്ചത് കൊണ്ടുമല്ല. അയൽപ്പക്കങ്ങളിൽ നടക്കുന്ന വൃത്തികേടുകൾ നമ്മുടെ വീട്ടകത്ത് നിസ്കരിച്ച് നോമ്പ് നോക്കിയിരുന്നിട്ടും നമ്മുടെ മക്കളെ പിടികൂടി. അപ്പോൾ നമ്മുടെ പെൺകുട്ടിയും ഇറങ്ങി നടന്നു മറ്റവന്റെ കൂടെ. ഇതല്ലേ പ്രശ്നം? ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് മുസ്ലിം സമുദായം ചിന്തിക്കണം. അതുകൊണ്ട് സമൂഹത്തിൽ തിന്മ ഇല്ലാതാക്കാൻ പണിയെടുക്കുക, നന്മ സ്ഥാപിക്കാൻ പണിയെടുക്കുക. ഓരോ മുഅ്മിനായ പുരുഷന്റെയും മുഅ്മിനത്തായ പെണ്ണിന്റെയും ബാധ്യതയാണ്. അങ്ങനെയുള്ള ഈ പുരുഷനും സ്ത്രീയും വയുഖീമുന സ്വലാത്ത്, അവർ നമസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവരാ. അപ്പൊ നമസ്കാരത്തെ 2-ാം സ്ഥാനത്താ പറഞ്ഞത്. വിശ്വാസിയായ പുരുഷന്റെയും വിശ്വാസിനിയായ പെണ്ണിന്റെയും ബാധ്യത ആദ്യം പറഞ്ഞ ധർമ്മത്തിന് വേണ്ടി പണിയെടുക്കല, തിന്മയോട് പൊരുതല, നന്മ സ്ഥാപിക്കല, അതാണ് മുഖ്യം. അതിനുശേഷം 2-ാം സ്ഥാനത്ത് നമസ്കാരം. നമസ്കാരത്തിന് പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടല്ല, ഇസ്ലാം കൽപ്പിച്ച പ്രാധാന്യം ഓരോന്നിനും കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഔലവിയാത്തുകളെ, പ്രിഫറൻസ് ലിസ്റ്റിനെ അട്ടിമറിച്ചവരാണ് പുരോഹിതന്മാർ. രാഷ്ട്രീയ ലാക്കാക്കി പ്രവർത്തിക്കുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളും അവർക്ക് അധികാരി വർഗത്തെ അലോസരപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് അവർ നമ്മുടെ മുൻഗണനാക്രമത്തെ അട്ടിമറിച്ചു. ചൂഷക വർഗങ്ങളായ പുരോഹിത പരീക്ഷകൾ അവിടെ താല്പര്യത്തിന് വേണ്ടി മുൻഗണനാക്രമത്തെ അട്ടിമറിച്ചു. അപ്പോൾ ഖുർആൻ പഠിപ്പിച്ച ക്രമം നമുക്ക് അന്യമായി, ഉസ്താദുമാരും മൗലവിമാരും പഠിപ്പിച്ച ക്രമം നമുക്ക് പഥ്യമായി. ഇതാണ് സംഭവിച്ചത്. ഇത് വല്ലാത്തൊരു ഹൈജാക്കിംഗ്. ഇസ്ലാമിനെയാണ് ഒരു ഹൈജാക്ക് ചെയ്തത്. ഈ പാപം അങ്ങനെ അങ്ങ് കഴുകിയാൽ തീരില്ല. കൃത്യമായ തിരുത്തൽ കൊണ്ടേ തീരൂ. ആ തിരുത്തലായിരിക്കും ഇതിന്റെ പശ്ചാത്താപം. അതുകൊണ്ട് നന്മ സംസ്ഥാപിക്കാനും തിന്മ ഇല്ലായ്മ ചെയ്യാനും അവർ പണിയെടുക്കണം. അവർ നേരെ ചൊവ്വേ നമസ്കാരം നിലനിർത്തണം. അവർ സക്കാത്ത് നേരെ ചൊവ്വേ കൊടുക്കണം. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഞ്ചോടിഞ്ചും ചാണിന് ചാണും അനുസരിക്കുകയും വേണം. തന്നിഷ്ടം പ്രവർത്തിക്കാൻ പാടില്ല. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരോട് മാത്രമേ അല്ലാഹ് കാരുണ്യം കാണിക്കൂ. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു പ്രതാപിയാണ്. അവൻ നന്നായി യുക്തിബന്ധുരമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവനും ഇവാലുവേറ്റ് ചെയ്യുന്നവനുമാണ്. വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ സൂറ തൗബ 71-ാം ആയത്ത്. അതിനെ പറ്റുന്നവരായിരിക്കണം സമുദായം. വ്യക്തി ഇങ്ങനെയാവണം, സമുദായവും ഇങ്ങനെയാകണം.
നന്മയോട് അവർക്ക് കൂറുണ്ടാവണം, തിന്മയോട് അവർക്ക് വലിയ വെറുപ്പുണ്ടാവണം, തിന്മയ്ക്കെതിരെ അവർ രംഗത്തുണ്ടാവണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഖൈറു ഉമ്മത്താണ്. ഉഖ്രിയത്തുൽ നാസ്, മാലോകർക്ക് വേണ്ടിയാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, ഒരുപാട് നമ്മൾ കേട്ട ആയത്താണ്. നന്മ സംസ്ഥാപിക്കുകയും തിന്മ ഇല്ലായ്മ ചെയ്യുകയും നിങ്ങൾ ചെയ്യണം. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയാണ്. സൂറ ആൽ ഇംറാൻ 110. അതേ അധ്യായം 104 ആയത്ത്, വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ ഒരു ഉമ്മത്തുണ്ടാവണം, നിങ്ങളൊരു ശരിയായ ഉമ്മത്തായിട്ട് മാറണം. യദ്ഊന ഇലൽ ഖൈർ, നിങ്ങൾ ഈ നന്മയിലേക്ക്, ഈ ധർമ്മത്തിലേക്ക് മനുഷ്യരെ വിളിക്കണം. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ഈ നന്മ സ്ഥാപിക്കണം, തിന്മ ഇല്ലായ്മ ചെയ്യണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവര് മാത്രമേ വിജയിക്കുകയുള്ളൂ. അപ്പൊ ആരാണ് വിജയിക്കുക? ആരോട് അല്ലാഹു കാരുണ്യം കാണിക്കാൻ ആവർത്തിച്ച് ഈ ആയത്തിലുള്ള അവസാനത്തിൽ അല്ലാഹു പറയാം, ഇനി അതിന് നിങ്ങൾ തയ്യാറില്ല എങ്കിലോ നിങ്ങളെ അല്ലാഹു ശപിക്കും. നിങ്ങൾ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചാൽ അല്ലാഹു നിങ്ങളെ ശപിക്കും. എങ്ങനെ ശപിക്കും? മുൻഗാമികളെ ശപിച്ചതുപോലെ. ആരായിരുന്നു ഈ മുൻഗാമികൾ? സൂറത്തുൽ മാഇദ 78-79 ആയത്ത്. ലുഅനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല, ഇസ്രായേൽ സമുദായത്തിലെ നന്ദി കെട്ടവരെ അല്ലാഹു ശപിച്ചു. അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം, ദാവൂദ് അലൈഹിസ്സലാമയുടെയും ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാം നാവിലൂടെ. ദാലിക, അതിന് കാരണം ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ, അവർ ധിക്കാരം പ്രവർത്തിച്ച് അതിര് വിട്ട് മുന്നോട്ട് പോയവരായിരുന്നു. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർ കാണിച്ച ഒരു ധിക്കാരം ഇതാണ്. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, അവർക്കിടയിൽ സമൂഹത്തിൽ നടമാടുന്ന തിന്മയോട് അവർ പൊരുതില്ല. എന്ന് നടന്നാലും കുഴപ്പമൊന്നുമില്ല, അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഹജ്ജിന് പോയി നമ്മൾ അങ്ങനെ നടന്നാൽ മതി, ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഈ നിലപാടാണ് പ്രശ്നം. അവർക്കിടയിൽ നടമാടുന്ന ഒരു തിന്മയോടും അവർ എതിർക്കാറില്ല, അതിനെ ഇല്ലാതാക്കാൻ അതിനെ ഇല്ലാതാക്കാൻ രംഗത്ത് വരാറില്ല. അവരുടെ പ്രവൃത്തി എത്ര മോശമാണ്. ആളുകളോ നിസ്കരിക്കുന്നവരാ, പക്ഷെ പ്രവൃത്തി മോശമാണെന്ന് ഖുർആൻ. ആളുകളോ ഉംറക്ക് പോകുന്നവരാ, പക്ഷെ പ്രവൃത്തി മോശമാണെന്ന് ഖുർആൻ. ആളുകളോ ദാവൂദ് അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകന്മാരെ കൂടെ നിന്നവരാ, പക്ഷെ പ്രവൃത്തി മോശമാണെന്ന് ഖുർആൻ. അപ്പോൾ സമൂഹത്തിൽ നടമാടുന്ന തിന്മക്കെതിരെ പൊരുതാതെ ഒരാളെയും അല്ലാഹു അംഗീകരിക്കില്ലെന്നും അങ്ങനെ പൊരുതാതെ പോയവർ അല്ലാഹു ശപിക്കുമെന്നും വളരെ കൃത്യമായിട്ട് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഫത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന സലമൂ മിൻകും ഖാസ്സ. വീണ്ടും ഖുർആൻ സൂറ അംഫാൽ, നിങ്ങൾക്കിടയിൽ നടമാടിക്കൊണ്ടിരുന്ന തിന്മ, അതിന്റെ ശിക്ഷ നിങ്ങളെ മൊത്തം ബാധിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ സൂക്ഷിച്ചോ എന്നാണ്. ഇവിടെ നടക്കുന്ന ഈ ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോ ചാനൽ അങ്ങ് കണ്ട് ലൈവായി കണ്ട് ഓഫാക്കിയിട്ട് സമാധാനത്തോട് പള്ളിയിലേക്ക് നടന്നു വന്ന് അവിടുന്ന് യാസീൻ ഓതിയിട്ട് കുഴപ്പമൊന്നും സംഭവിക്കാതെ എഴുന്നേറ്റ് പോയി ഭക്ഷണം കഴിച്ച് ഉച്ചക്ക് വിശ്രമിക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ശിക്ഷ വരുമ്പോ നമ്മളായിട്ട് രക്ഷപ്പെടില്ല നമസ്കാരത്തിന്റെ ബലത്തിൽ. നിങ്ങളെ കൂട്ടത്തിലെ അക്രമികളെ മാത്രമല്ല, നിങ്ങളെ മൊത്തം പിടികൂടുന്ന ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണം. ശിക്ഷ ഇറങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും കുടുങ്ങും, കപ്പലിൽ മുങ്ങുമ്പോ എല്ലാവരും പെടും. അതുകൊണ്ട് സൂക്ഷിച്ചോളണം, അള്ളാന്റെ താക്കീത. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണോ, തിന്മയോട് നിലപാടുണ്ടാവണം, അധർമ്മത്തോട് നമുക്ക് നല്ല ശക്തമായ എതിർപ്പുണ്ടാവണം, അതിനെതിരെ ശക്തമായി രംഗത്ത് വരണം. അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ വിടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു. ഇന്നല്ലാഹ ലാ യുഅദ്ദിബുൽ ആമ്മ ബിഅമലിൽ ഖാസ്സ. ഒരു കൂട്ടർ തെറ്റ് ചെയ്താൽ അതിന്റെ പേരിൽ സാധാരണഗതിയിൽ എല്ലാവരെയും അള്ളാഹു ശിക്ഷിക്കില്ല, ഒരു ഘട്ടത്തിലൊഴികെ. ശരിക്കും പഠിക്കണം, ഈ ഹദീസ് തിരുവചനമാണ്. ഒരു കൂട്ടർ അധർമ്മം ചെയ്ത് കാമേച്ഛയുടെ ലൈംഗിക അരാജകത്വത്തിന്റെ മേഖലയിൽ അങ്ങനെ, അഴിമതി മേഖലയിൽ ഇങ്ങനെ, അധർമ്മത്തിന്റെ വഴിയിൽ പിന്നെയും അങ്ങനെ, കുടുംബ സംവിധാനത്തെ തകർക്കുന്നതിൽ പിന്നെയും ഇങ്ങനെ, ആത്മീയ ചൂഷണത്തിന്റെ വഴി അങ്ങനെ, അതിനപ്പുറത്ത് എല്ലാം കൂടി ചേർന്നിട്ട് ശുദ്ധ ഭ്രാന്താലയം. അതാണല്ലോ ഇപ്പോഴത്തെ സാമൂഹ്യക്രമം. ആ സാമൂഹ്യക്രമത്തെ പറയുമ്പോഴാണ് ആളുകൾക്ക് ബേജാർ. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഇന്നല്ലാഹ ലാ യുഅദ്ദിബുൽ ആമ്മ, എല്ലാവരെയും ഒന്നിച്ച് അല്ലാഹു ശിക്ഷിക്കില്ല, ബിഅമലിൽ ഖാസ്സ, ഏതാനും ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി. ഏത് ഘട്ടം വരെ? ഹത്താ യറവുൽ മുൻകറ ബൈന ലഹ്റാനിഹിം, തിന്മ അവർക്കിടയിൽ വ്യാപകമാകുന്ന ഘട്ടം വരെ. ഏതോ ഒരാൾ എവിടെയോ വെച്ചിട്ട് അധർമ്മം ചെയ്താൽ അതിന്റെ പേരിൽ മൊത്തം സമൂഹത്തെ അത് ശിക്ഷിക്കില്ല. പക്ഷെ അധർമ്മം ചെയ്യാൻ ജാള്യതയില്ലാതായി,
നേതാക്കന്മാർ താന്തോന്നിത്തരം കാണിച്ചപ്പോൾ സംഭവിച്ചത് അനുയായികൾക്ക് നാണം ഇല്ലാതായി. മുമ്പ് ഇതിനൊക്കെ ഒരു മറയുണ്ടായിരുന്നു, ഇന്ന് മറയില്ല. ദയവായിട്ട് ദിനേന എന്നോണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ. അതുകൊണ്ട് വേണ്ടപ്പെട്ടവർ തോന്നിയാസം കാണിക്കുമ്പോ സാധാരണക്കാരന് തിന്മയുള്ള ജാഡ്യം പോലും ഇല്ലാതെ പോയി. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴക്കും ശിഷ്യന്മാർക്ക് എന്നത് ശരിയാണെങ്കിൽ, ഉസ്താദ് നിന്ന് മൂത്രമൊഴിച്ചാൽ നമ്മുടെ കുട്ടികൾ നടന്നൊഴിക്കുമെന്ന് ചൊല്ലുണ്ടെങ്കിൽ അത് തന്നെയാണ് സംഭവം. ഇതാണ് കുഴപ്പവും. ഈ കുഴപ്പം മനസ്സിലാക്കാൻ പറ്റണം. നേതാക്കന്മാർ കാണിക്കുന്ന തോന്നിയാസങ്ങൾ സമൂഹത്തിലെ ധാർമ്മികതയെ എത്രമേൽ ഇല്ലായ്മ ചെയ്യും ചിന്തിക്കാൻ അനുയായികൾക്ക് പറ്റണം, ഏത് പാർട്ടിക്കാരായിരുന്നാലും. അപ്പൊ ഏതോ ഒരുത്തൻ എവിടെയോ വെച്ചൊരു സ്വകാര്യമായി തിന്മ ചെയ്താൽ അതിന്റെ പേരിൽ മൊത്തം സമൂഹത്തെ അത് സൃഷ്ടിക്കില്ല. പക്ഷേ അധർമ്മം സമൂഹത്തിൽ അങ്ങ് പ്രകടമായി, മലവെള്ളപ്പാച്ചിൽ പോലെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും ഇത് മാത്രമാണ് കാണാൻ എന്ന അവസ്ഥ വന്നു. അങ്ങനെ വന്നാൽ സമൂഹത്തിൽ ഇവിധം തിന്മ പ്രകടമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും കൂട്ടർ കാണിക്കുന്ന അധർമ്മത്തിന്റെ പേരിൽ മൊത്തം സമൂഹത്തെ നശിപ്പിക്കും. വഹും ഖാദിറൂന അലാ അൻ യുൻകിറൂഹു, ആ അധർമ്മത്തെയും അധർമ്മകാരികളെയും തടയാൻ കഴിയുമായിരുന്നിട്ടും ഫലാ യുൻകിറൂഹു, തടയുന്നില്ല ഈ കൂട്ടർ. എങ്കിൽ തടയാത്തവൻ, രംഗത്ത് വരാത്തവൻ കുറ്റവാളിയാ. അവൻ കള്ളന് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തവനാ, ചമ്മന്തിയും. അവൻ അഭിസാരികൾക്ക് കൂട്ടിക്കൊടുപ്പുകാരനായവനാ. അഭിസാരികയോ മോശം, കൂട്ടിക്കൊടുപ്പുകാരൻ അതിനേക്കാൾ മോശം. അതുകൊണ്ട് ഈ തടയാൻ കഴിഞ്ഞിട്ടും വഹും ഖാദിറൂൻ, അവർ കഴിയുന്നവരായിരിക്കെ, അലാ അൻ യുൻകിറൂഹു, ഈ ആളുകളെ തടയാൻ കഴിയുമായിരുന്നിട്ടും ഫലാ യുൻകിറൂഹു, അവർ തടയുന്നില്ല. ഫൈദാ ഫഅലൂ ദാലിക, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ വന്നുപെട്ടാൽ അസ്ബല്ലാഹുൽ ഖാസ വൽ ആമ, ഈ തെറ്റ് ചെയ്യുന്നവരെയും ബാക്കിയുള്ളവരെയും ഒന്നിച്ചല്ല ശിക്ഷിക്കും. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ നിങ്ങളുടെ ദിക്റും സ്വലാത്തും മതിയാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മയോട് അടങ്ങാത്ത വെറുപ്പും തിന്മയ്ക്കെതിരെ ഉயிருള്ള പോരാട്ടവുമായി രംഗത്ത് വരാൻ നമ്മെ തുണക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.